ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ രാവിലെ തന്നെ അതാ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടി പോവാട്ടോ. വഴി അങ്ങനെ മൂടിക്കിടക്കുകയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ പരാതി മാത്രമല്ല, നമുക്ക് വഴി നടക്കാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ പുല്ലിങ്ങനെ വന്ന് വീണിട്ടേ വഴിയിൽ ചവിട്ടി നടക്കാൻ പറ്റില്ല. പിന്നെ മുഖത്തടിക്കുകയാണ് കേട്ടോ പുല്ലൊക്കെ നടന്ന് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അമ്മ കാട് വെട്ടാനും പോയി. പിന്നെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു, ഞാൻ ചോറിന് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ടേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാ ഒന്ന് ഉള്ളൊക്കെ അടിച്ചു വാരാന്ന് വിചാരിച്ചിട്ട് ആകൊക്കെ അടിച്ചു വാരിയിട്ട് ഇനി കോലായി അടിച്ചു വാരണം. അപ്പം അടിച്ചു വരാൻ പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് പറഞ്ഞാലൊന്നും നടക്കണ കേസല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടതായതുകൊണ്ട് നല്ല പൊടിയായിരിക്കും. മണലിങ്ങനെ നമ്മൾ നടക്കും തോറും ഇങ്ങനെ എന്താ പറയുക എടുത്തടിച്ച പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം എല്ലാം കൂടി ഇങ്ങനെ അടിച്ച് വാരി എടുക്കുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂലിനൊക്കെ ഒരു 6 മാസം കൂടി തയ്ച്ച് നിൽക്കില്ല കേട്ടോ. നമുക്ക് ഈ പട്ടച്ചൂലൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറ്റിയാവും കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ അടിച്ചു വാരട്ടെ. അടിച്ചു വാരനാൻ്റെ ഇടയിലാട്ടോ കുഞ്ഞാറ്റ 2 സ്റ്റൂളും എടുത്തിട്ട് മലത്തി കവുത്തി ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ. അപ്പം ഞാൻ എന്തായാലും എടുത്ത് നോക്കുമ്പോൾ ഉണ്ട് അവളിങ്ങനെ മലത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ കസാര ഇങ്ങനെ സ്റ്റൂളൊക്കെ ഇങ്ങനെ ഒരധികം കൊണ്ട് നടക്കും, ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അത് ഇമ്മാതിരി നിലത്ത് കൂടെ കേട്ടോ. പിന്നെ പറയണം അതിൽ ആർക്കെങ്കിലും വന്നിരിക്കാൻ പറ്റും. അങ്ങനെ കല്ലുവരെയൊക്കെ വീണു കേട്ടോ. അതാണ്ടോ നമ്മൾ അടിച്ചു വാരാണെങ്കിൽ ആളിതാ കൂട്ടത്തിൽ ഇതാ ഹായ് ഒക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റയ്ക്കൊരു ഹായ് കൊടുത്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ഇതൊക്കെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അവൾ വന്നിട്ട് നമ്മളെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴങ്ങനെ എപ്പോഴും അവൾ അങ്ങനെ തന്നെ നമ്മുടെ എന്താ പറയുക കാലിൻ്റെ കൈയിൻ്റെയൊക്കെ ചോട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാനത് അടിച്ചു വാറ്റി, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചട്ടം കെട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വാരുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അരി അടുപ്പത്തിടണം. ഇനി പിന്നെ ഇവളെ കുളിപ്പിക്കണം. അതേപോലെ തന്നെ ഇനി എണ്ണ തേക്കണതും അതേപോലെ തല തോർത്തണതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് പറയുന്നത് കേട്ടോ. ആൾ സമ്മതിക്കുകയില്ല, എണ്ണ തേക്കാനും സമ്മതിക്കില്ല. അതേപോലെ തന്നെ കുളി കഴിഞ്ഞാൽ തല തോർത്താനും അയക്കില്ല. കുട്ടി നില വിളിച്ച് ബഹളം വെച്ച് ഒന്നിനും സമ്മതിക്കില്ല. കുട്ടീനെ നമ്മൾ തച്ച പോലെ അവൾ കരയും കേട്ടോ. എനിക്കറിയില്ല കുട്ടിക്ക് എന്താണ് തല തോർത്തുമ്പോൾ എന്താണ് അവൾക്ക് പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. കുട്ടി ഒരേ ബഹളമായിരിക്കും, കരഞ്ഞ് നില വിളിച്ചിട്ട് കുടഞ്ഞിട്ടും തല തോർത്താൻ അയക്കാണ്ടേക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം 1-2 ദിവസമൊക്കെയാണ് അധികം ഞാൻ തല കുളിപ്പിക്കാറ് ഇവളെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതാ അടിച്ചുവാരൽ കഴിഞ്ഞു, ഞാൻ അരി അടുപ്പത്ത് ഇട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ കാട് വെട്ടൽ എന്തായിന്നും പറഞ്ഞിട്ട് ഇവള് നോക്കാൻ പോയിക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട, അമ്മമ്മ കാട് വെട്ടുകയാണ്, അവിടെ നല്ല വെയിലുമാണ് എന്ന് പറഞ്ഞതിന് ദേഷ്യം പിടിച്ചിട്ട് ആ ചെരുപ്പൊക്കെ വലിച്ചെറിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവളെ വന്ന് സമാധാനിപ്പിച്ചു. ഞാൻ ചോറൊക്കെ വന്നോന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേപ്പിച്ചിട്ടുണ്ട്. ഇനി പോയി അവളെ കുളിപ്പിക്കണം. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കണം കേട്ടോ. കഞ്ഞിയാണെങ്കിൽ നല്ല ചോറിന് കുറച്ച് വേവുള്ള അരിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവളെ കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേനാണ് ചോറ് വേവുള്ളൂ. അങ്ങനെ അവളെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞു, അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. ഞാൻ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനൊക്കെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചോറൊക്കെ വാർത്ത് വെച്ചു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇനിയിപ്പോൾ അവളവിടെ TV കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അമ്മയുടെ കാട് വെട്ടൽ എന്തായി എന്നും പറഞ്ഞിട്ട് വന്ന് നോക്കാലോ എന്നും വന്ന് നോക്കുമ്പോഴാട്ടോ പാവം കാട് വെട്ടിയിട്ടേ തളർന്നിരിക്കണു. കാരണം അത് ഈ എന്താ പറയുക വലിയ തലയ്ക്ക് മുകളിൽ വളർന്നിട്ടൊക്കെ കാട് വെട്ടിയിട്ട് മുറിയുന്നില്ല. ഇപ്പം നമ്മൾ ഈ തൊഴിലുറപ്പിനൊക്കെ അമ്മ പോകുന്നത് കൊണ്ട് മടാളൊക്കെ ഇങ്ങനെ ഊട്ടിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ. എന്നാലും അമ്മ പറയാം മൂർച്ചം പോരാന്നൊക്കെ പറയുകയാണേ. മൂർച്ചം തീരല്ല മടാളിന്, വെട്ടിയിട്ട് മുറിയുന്നില്ല. അപ്പോൾ കയ്യിൻ്റെ കപ്പലായിക്കാണ് കേട് എന്നൊക്കെ പറയുകയാണേ. ഇങ്ങനെ ആഞ്ഞിങ്ങനെ വെട്ടുമ്പോൾ കപ്പലായിക്ക് ഭയങ്കര കേടായിരിക്കും, കൈ അനക്കാൻ വയ്ക്കില്ല എന്നൊക്കെ പറയണേ. പിന്നെ അമ്മയ്ക്ക് പൊതുവെ ഈ കൈ ഷുഗർ ഉള്ളത് കൊണ്ടേ അമ്മയ്ക്ക് ഈ വലത് കൈയിൻ്റെ ഷോൾഡർ പെയിൻ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, എന്ത് പണിയാണെങ്കിലും പാവം എടുക്കും കേട്ടോ. എന്നാൽ പറഞ്ഞാൽ കേൾക്കൂല, നമ്മൾ ചെയ്യരുതേന്ന് പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. അപ്പം അങ്ങനെ കാടുവെട്ടലൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ചൊക്കെ വെട്ടി ഇനിയും വെട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തെ കുറച്ച് കാട് പാമ്പിനെ കണ്ടപ്പോൾ അതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് വന്ന് പിന്നെ അതാ വെള്ളമൊക്കെ കുടിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉപ്പേരിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കറുവത്തുംകായ തള്ളിയിട്ടു കേട്ടോ. അപ്പോൾ ഇനി കുഞ്ഞിനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇടണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് അവർ വന്നിട്ട് പോകുമ്പോൾ അവർ ഇട്ടോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അതും കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ. പിന്നെ അമ്മ അതൊക്കെ നന്നാക്കിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുഞ്ഞാറ്റ് എന്താ പറയുക ഒന്ന് ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അനിയത്തിയും കുട്ടിയും കുഞ്ഞാവയും ഇളയച്ചൻ എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട്, ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വേറെ കറി വെച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം മീൻ മേടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അതും കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻ കറിയൊക്കെ വെച്ച് പിന്നെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഓരോ കഷ്ണം വെറുതെ
കൂട്ടിട്ടോ, വെറുതെ കൂട്ടി. അപ്പം ഞങ്ങൾ വേറെ കറിയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ നാളേക്ക് അവലോന്ന് വിചാരിച്ച കറി വെച്ചു. പിന്നെ ഞാൻ ആ കറികളുകൊണ്ട് ഇന്ന് കറിയൊന്നും വെക്കണ്ടായിരുന്നു കേട്ടോ, മീൻ പൊരിച്ചതും ഉണ്ടല്ലോ. പിന്നെ ഉപ്പേരിക്ക് എന്തെങ്കിലും വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ വേഗം ഒരു കറുവത്തുംകായ പറിച്ചിട്ട് ഉപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാർത്തിട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അത് പാകമായിരിക്കുന്നു. ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തന്നെ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് അതൊക്കെ വെള്ളം വറ്റിയിരുന്നു. പിന്നെ ഞാൻ ഉള്ളി മുളകും മുളകും കടുകൊക്കെ ഇടുന്ന സമയത്ത് പച്ചമുളകിൻ്റെ ഈ എണ്ണയിലേക്ക് ഇട്ടപ്പോഴേ അതിൻ്റെ മുളകിൻ്റെ കുരും കൂടി തെറിച്ചിട്ടോ കഴുത്തിക്ക്. നല്ല ചൂടല്ലേ, അതിൽ ഞാനൊരു ഇത് കിട്ടോ പെട്ടെന്ന് നമുക്ക് തന്നെ ദേഹത്തേക്ക് തെറിക്കുമ്പോഴേ ചൂടും കൂടി ആകുമ്പോൾ നമ്മൾ ഞെട്ടി പോവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി വട്ടത്തിലരിഞ്ഞിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് ഇതായിരിക്കാണ് കൊട്ടിയിട്ട് കേട്ടോ. നല്ല രുചിയായിട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ ഇങ്ങനെയായിട്ടോ വെക്കാറ്. കറുവത്തും കായ അതേപോലെ പപ്പായ എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കറുവത്തും കായ എന്നാണ് പറയാറ് കേട്ടോ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു കറുവത്തും കായ എന്ന് പറഞ്ഞാൽ പറയാം, അയ്യോ നിങ്ങൾ എന്താണ് അതിന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ പപ്പായ എന്നൊക്കെ പറയാം, അത് ശരിക്കും നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യക്തമായില്ല, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കറുവത്തും കായ എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ പഴയ ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞ് നമുക്കത് ശീലമായിട്ടോ. പപ്പായ എന്നും പറയും, പപ്പായ എന്നാണല്ലോ നമ്മൾ പൊതുവേ പറയാറ് ശരിക്കും അതിൻ്റെ പേര്. അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ചു. അതിനിടയിൽ അനിയത്തി വന്നു. അനിയത്തിന് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഇലക്ഷൻ്റെ കാര്യങ്ങളും ഇപ്പം എന്തൊക്കെയോ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവൾ ഇങ്ങനെ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയായിരുന്നു. നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ പഴയ നമ്മളെ എവിടെ വോട്ട് ചെയ്തത് അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാനത് ഇന്നലെ അനിയത്തി പറയുമ്പോഴാട്ടോ കേട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഫോണിലൊക്കെ അങ്ങനെ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ അങ്ങനെ കാണുമെങ്കിലും നമ്മളത് എന്താണെന്നുള്ളത് സത്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു കൂട്ടമൊക്കെ കൂടി ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു. ഇളയച്ച എന്താ കറുവത്തും കായ പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ പൊട്ടിക്കുകയാണ്. അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇളയച്ച അവനെ ഒരു കൈ കൊണ്ട് കൊത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് അങ്ങനെ പിടിക്കുകയും ചെയ്യും. നമ്മളാണെന്നുണ്ടെങ്കിൽ അത് താഴെ എത്തുമ്പോഴത്തേനും അങ്ങനെ പിളുന്നനാവുകയും ചെയ്യും. അപ്പോൾ ഇവന് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് കാര്യങ്ങളാട്ടോ. അതേപോലെ അടയ്ക്കാപ്പഴത്തിലാണെങ്കിൽ ശരി, ഇപ്പുറത്തുണ്ട് അടയ്ക്കാപ്പഴം മരം, അതിൽ നമ്മളിങ്ങനെ നല്ല അടയ്ക്കാപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അവനും തന്നെ വന്നൊക്കെ പഴുത്തതൊക്കെ ഉണ്ടോ നോക്കി കുട്ടികൾക്കൊക്കെ ചെത്തി കൊടുക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നു ഞാനിതാ. അപ്പോൾ തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ ഒന്ന് ചൂടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ അമ്മ ഇതിനിടയ്ക്ക് പിന്നെ കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ കറിയൊക്കെ. അതുകൊണ്ട് പിന്നെ അത് ചൂടാക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇനി മീനൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്നും പറഞ്ഞിട്ടേ. അപ്പം അനിയത്തി ഇങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ആ ഫോം എൻ്റെയൊക്കെ ഞങ്ങളൊക്കെ ഒരേ ഇതിലായിരുന്നു കേട്ടോ വോട്ട്. അപ്പം ചേച്ചി ചെയ്യണതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് അത് പറഞ്ഞു. അപ്പോഴത്തിനാണ് ഇളയച്ചൻ വിളിച്ചത്, ഇത് കിട്ടുന്നില്ല, വായൊന്ന് കുത്തി നോക്കി നോക്ക്, വലിച്ചു നോക്കി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ ഇതാ കുഞ്ഞാവ ഞങ്ങളെ കാണാൻ വന്നിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ അനിയത്തി അവിടെ അമ്മയുടെ അനിയത്തി അവിടെ പോയിട്ടേ വന്നു കേട്ടോ. മേമ എടുത്തുകൊണ്ട് വന്നിരിക്കുക. കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ അനിയത്തി ഇങ്ങോട്ട് വന്നപ്പോഴേ. അപ്പോൾ എല്ലാവരുടെ ഊഴം കഴിഞ്ഞു. ലാസ്റ്റ് ഇളയച്ചൻ ഫസ്റ്റ്, അതിൻ്റെ കഴിഞ്ഞിട്ട് അനിയത്തി, അത് കഴിഞ്ഞിട്ട് അമ്മ കേട്ടോ. ലാസ്റ്റാണ് അമ്മയുടെ ഊഴം വന്നിരിക്കുന്നത്. അപ്പോൾ കുത്തിയിട്ട് വീഴുന്നില്ല, അത് തോട്ടി കെട്ടിയിട്ടൊന്നുമില്ല, കൊക്കി കെട്ടിയിട്ടൊന്നുമില്ലേ. അപ്പോൾ അതിങ്ങനെ കുത്തി തള്ളിയിടണം. അപ്പോൾ അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതാ പച്ചയും വീണിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്കത് മധുരണ്ടോ? രസമുണ്ട്. ഏതാ എത്തി ആ മൂട് കാക്കൊത്തിയതോ? എടി പോയടി. അതാ ഇപ്പൊ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വീഴോ? അത് ഇപ്പൊ മുറിക്കണ്ട, ചോറൂണ കഴിഞ്ഞത് മുറിക്കണം. ആര് വിളിച്ചാലുണ്ട് മേമി മാവേ കുട്ടിയച്ചാന്ന്. മുടി കെട്ടിട്ടില്ല, നേരെ മുടി കെട്ടിയതാണ് എന്നെ കുത്തി പോയി മറിഞ്ഞിട്ടേ.
അപ്പൊ അനക്ക് ചോറ് തന്നിക്കു ഞാനേ. അയ്യേ അതങ്ങോട്ട് നീക്കി വെക്ക് കുട്ടിയെ. ഇതിനിടയിൽ കുഞ്ഞാറ്റയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ അവളൊരു ഉറക്കം കഴിഞ്ഞു. ഇവർ വന്നത് പിന്നെ അവർ എണീച്ചു വിട്ടു അവള്. അപ്പം എന്തായാലും കുഞ്ഞാവേനെ കണ്ട പിന്നെ അവൾ എന്തായാലും കിടന്നുറങ്ങൂല. പിന്നെ രണ്ടുപേരും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞങ്ങൾ ചോറുണ്ണാണ്. ഉപ്പേരിയൊക്കെ ആയി. പിന്നെ മീൻകറി അതേപോലെ മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും ഇവൾക്ക് ഒരു പേടിയില്ല. നോക്കാം കാക്കച്ചി ഇപ്പൊ ഇതിന് തിന്നാൻ കൊടുത്തു നോക്കമ്മ. കാക്ക വരുമ്പോഴത്തേന് തിന്നാൻ കൊടുക്കൂട്ടോ. അങ്ങോട്ട് നോക്ക്. ഇപ്പൊ കാക്കയ്ക്ക് ഒരു പേടിയില്ലാണ്ടായി. ഇങ്ങോട്ട് നോക്ക്. ഒരു പേടിയില്ലാണ്ടായി. അത് ഇവിടെയൊക്കെ കാടാണില്ലേ. ഇതാണ്ട് ഇതൊക്കെ മഞ്ഞക്കനെ ഓടിക്കുന്ന. ഏട്ടാ അവിടെ ഇരിക്കണ്ട മനുഷ്യ. നോക്കി ചോട്ട് മാളേ. ആ അതന്നെ ഞാൻ അവിടെ നിന്നാള് കണ്ടത്. ഇതിനുള്ളതൊക്കെ പറിച്ചോ. അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടാവും. സംഭവമൊക്കെ ഉണ്ട്. ഇനി അടുത്ത വരവൊക്കെ ആകുമ്പോഴത്തേനും ആവൂട്ടോ. താഴത്ത് കൂടെ ഒക്കെ നിറച്ചുണ്ടേ. എന്താലേ കാടേ നല്ലൊരു കാട് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പിന്നെ അത് പറയണത് ഏതോ സ്ഥലം പോലെ ഉണ്ട്. കഞ്ഞിവെള്ളത്തിൽ താളിച്ച എന്ത് രസാ. ഞങ്ങള് മിഞ്ഞാന്നുണ്ടാക്കിയേ. നമ്മുടെ സ്ഥലമാണ് തോന്നുന്നില്ല. ഓ ഇത് ധാരാളം ഞങ്ങക്ക് മതി. എപ്പോഴും വീഡിയോ ചെയ്യാൻ വോയിസിൽ തന്നെ നല്ല ഇതില് നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് രസം. ശരിക്കും എല്ലാരും രാഹുൽ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താ മതി ചേച്ചി. വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ലല്ലോ. അധികം വന്നാലും വലിയ ഇത് സുഖം ഉണ്ടാവില്ല. അത് അങ്ങനെ മുരിങ്ങ പറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പോവാണ്. കാടേ ഇവിടെ തറവാട്ടിക്ക് പോണം. ഇവിടെ മേമല്ലാത്തോണ്ടേ. മേമ കൊറേ ദിവസമായി ഇവിടുന്ന്. ചെറിയ മേമടത്തായിരുന്നു വെയ്യാതായിട്ട്. കാടൊക്കെ വെട്ടി വരുന്നേ ഉള്ളൂ. എല്ലാം ഉറുമ്പതാ പൊന്തിക്കണു അവിടുന്ന്. ഇപ്പൊ ഒന്നുമില്ല. എന്നാലും ഒന്ന് കഴുകേണ്ടി വരും എന്തായാലും വെക്കുമ്പോ. ഏയ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൊടിയൊക്കെ ഉണ്ടാവേ. എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ പാത്രം തന്നെ ഒരു 40 വട്ടം കഴുകും ഞാന്. കൊടുക്കുക മടാള് കൊടുക്കുക എന്തായാലും. ഇനി വളക്കോത്തി കാട്ടാൻ സമയം ഉണ്ടായില്ല നിങ്ങക്ക്. ഈനേന് മടിയൊന്നുമില്ല തീർന്നേന്. എന്ത് അതൊക്കെ എടുത്തോളൂ. എന്നാ ഞാനാ വേദം പോവാണാ കുഞ്ഞാവേ. അത് പ്ലാസ്റ്റിക് കയറല്ലേ, കുഴപ്പമൊന്നുമില്ല. അത് പൊട്ടൊന്നുമില്ല. ഓ പോവാ നമ്മുടെ പൊന്ന് പോവാ. ശരിയെന്നെ. രാവിലെ ഏതായാലും വരുമ്പോഴത്തേനും ഒരു നാഴിയേരി അടുപ്പത്തിട്ടാ മതിയായിരുന്നു. ഒന്ന് അതിനെ ചെന്നിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടാകും. ഇത് ചാഞ്ഞു പുല്ലൊക്കെ ഇങ്ങോട്ട്. കൊഴപ്പല്ല. പിന്നെ എന്താന്നറിയോ, നമ്മള് കിടക്കുമ്പോഴത്തേനൊക്കെ നേരം വഴുകും. എന്താടാ കൂട്ടുകാരന്മാര് കഴിക്കാൻ വരും പറഞ്ഞ ഒരാൾ വന്നു കേട്ടോ. വേണ്ട അതിന് ഉറക്കം വന്നാലോ.
കടക്കും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ മറന്ന പോലെ അല്ല ഞാൻ ഇതിലിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തട്ടെ. അതൊക്കെ ഉണ്ടാവും അതില്. ഇല്ലെങ്കി ഇനി സമയം ഉണ്ടല്ലോ എടുക്ക. പിന്നെ അത് ഓടി. എന്ത് വിശ്വാസമാണ് അവിടെ? കുഞ്ഞാവേ കുഞ്ഞാവേ ടാറ്റാ. പാവട്ടോ അമ്മേനെ വിളിക്കണേ. അമ്മമ്മ പോവാ. അപ്പൊ കൊടുത്ത ഉമ്മ കൊടുക്കാണ്. ഉമ്മ കൊടുക്കാൻ വിളിക്കാടേ. ടാറ്റാ. അതാ വരുന്നു. കുഞ്ഞാറ്റേനെ പിന്നെ രാശേട്ടൻ കൊണ്ടുപോയിരിക്കായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട്. അപ്പൊ പിന്നെ അതാ അവരൊരു 6:15 ആയപ്പത്തിന് അനിയത്തിയും ഹസ്ബൻഡും മോളും പോവുകയാണ് കേട്ടോ. അപ്പൊ വലിയമ്മ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓടി വന്നിട്ട് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കറുവത്തും കായും മുരിങ്ങടലയും കറുവപ്പും തയ്യും അങ്ങനെ ആയിട്ട് എല്ലാതും കൂടി ഏറ്റിട്ട് അവള് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്നാൽ അങ്ങനെയാണ് ഉള്ളോടത്തോളമൊക്കെ കയറ്റുമതി ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം.